ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 3ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം, ഉത്തരങ്ങൾ പഠിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തത്, തൻവീനിനു ശേഷം ഈ അക്ഷരം വന്നാൽ തൻവീനിനെ വെളിവാക്കണം. ഏതക്ഷരം വന്നാലാണ് തൻവീനിനെ വെളിവാക്കേണ്ടത്? ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴാണ്. ഇൽഹാറിൻ്റെ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയും. അപ്പോൾ അത് അംസ, ഹ, ഐന്, ഹ, ഐന്, ഹ, ഈ അക്ഷരങ്ങളാണ് വെളിവാക്കേണ്ട ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഇവിടെ ഐന് എന്നതാണ് നമ്മൾ ശരി അടയാളപ്പെടുത്തേണ്ടത്. സീനും മീമൊക്കെ വെളിവാക്കേണ്ടതല്ല. അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെന്താണ്? സുക്കൂനുള്ള നൂനിനും തൻവീനിനുമുള്ള നിയമങ്ങൾ. സുക്കൂനുള്ള നൂനിനും തൻവീനിനുമുള്ള നിയമങ്ങൾ 5 എണ്ണമാണ്. ഇൽഹാർ, ഇദാം ബിഉന്ന, ഇദാം ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ, ഇങ്ങനെ 5 നിയമങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. പിന്നെന്താണ്? ഉന്നത്ത് എന്ന വിശേഷണമുള്ള 2 അക്ഷരങ്ങൾ. ഏതൊക്കെ 2 അക്ഷരത്തിനാണ് ഉന്നത്തുള്ളത്? മീമിനും നൂനിനും. ഇവ ശബ്ദോടു കൂടി വരുമ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യണം. മണിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗം ഉന്നത്ത്. അപ്പോൾ നമുക്കവിടെ അടയാളപ്പെടുത്താം മീമും നൂനും. പിന്നെന്താണ്? ഒരു മുസ്ലിം ഒരു ദിവസം ഫാത്തിഹ പാരായണം ചെയ്യൽ നിർബന്ധമാണ്. എത്ര തവണയാണ്? ഫാത്തിഹ 17 തവണ. എല്ലാ നിസ്കാരങ്ങളിലും എല്ലാ റക്അത്തുകളിലുമായിട്ട് 17 തവണ നമ്മൾ ദിവസവും ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം ഫാത്തിഹ പാരായണം ചെയ്യൽ നിർബന്ധമാണ് 17 തവണ എന്നത് ശരിയാപ്പെടുത്താം. അടുത്തതാ, സജദയുടെ ആയത്ത് ഓതിയാൽ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മറ്റു ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. എന്താണ്? ഖുർആൻ മുഴുവനായി ഓതുന്നതിന് എന്ത് പറയുന്നു? ഖത്തം ചെയ്യുക. പിന്നെ ഓത്ത് അവസാനിച്ചാൽ എന്ത് ചെയ്യണം? ഓത്ത് അവസാനിച്ചാൽ എന്താണ്? സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലണം. പിന്നെ സുജൂദ് ചെയ്യണം. എപ്പോഴാണ്? സജദയുടെ ആയത്ത് ഓതിയാൽ. ഏത് ആയത്ത് ഓതിയാലാണ് സുജൂദ് ചെയ്യേണ്ടത്? സജദയുടെ ആയത്ത് ഓതിയാൽ. അങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിക്കണം അവിടെ. അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? മറച്ചുമണിക്കൽ എന്നാണ് അർത്ഥം. ഏതാണ് മറച്ചുമണിക്കൽ? മറച്ചുമണിക്കൽ ഇക്ലാബാണ്. എന്താണ് ഇക്ലാബ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ബാ വന്നാൽ ആ നൂനിനെയും തൻവീനെയും മറച്ചു മണിക്കണം എന്ന്. അപ്പോൾ അത് ഇക്ലാബ് എന്നത് അടയാളപ്പെടുത്താം. അടുത്തതാ, ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഏതാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ പെട്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൽഹാറിൻ്റെ അക്ഷരമായ അംസ, ഹ, ഐന്, ഹ, ഐന്, ഹ, ഈ 6 അക്ഷരങ്ങൾ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ അതുപോലെ മറ്റേതെങ്കിലും അക്ഷരം ഓപ്ഷനായിട്ട് വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. മനസ്സിലാക്കുക. ഇനി തൻവീനിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. തൻവീനിനെ ഇൽഹാറിൻ്റെ അക്ഷരത്തിന് മുമ്പ് തൻവീന് വന്നത് ഇവിടെതാ ഹ വന്നിട്ടുണ്ട്. തൻവീന് ശേഷം ഹ. ഇവിടെ തൻവീന് ശേഷം ബാ ഇക്ലാബാണ്. തൻവീന് ശേഷം റാ ഇദാമും ബിലാവുന്നയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം തൻവീന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്നത്. അടുത്തതാ, ഇന്നക്ക എന്നതിലെ നൂന് ശബ്ദുള്ള നൂനിന് എന്താക്കണം? മണിക്കണം. ഇവിടെ മറക്കണം, മണിക്കണം, മരിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ മണിക്കണം എന്നത് മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ മറക്കണം, മരിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ മാറിപ്പോവരുത്. മണിക്കലാണ് ഉന്നത്ത്. മനസ്സിലാക്കുക. അടുത്തത്, സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. നമ്മൾ നേരത്തെ തൻവീനിനെ ഇൽഹാർ, ഇവിടെ നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരണം. ഇവിടെ നൂനും റാവും. അത് ഇദാം ബിലാവുന്ന. നൂനും ഷീനും അത് ഇഖ്ഫാ. ഇവിടെ നൂനും ഐനും അത് ഇൽഹാർ. അപ്പം നൂനിന് ശേഷം ഐന് വന്നു ഇൽഹാർ. അപ്പം അത് ടിക്ക് ചെയ്യാം. അടുത്തതാ, മാച്ച് ചെയ്യാനാണ് വന്നത്. എന്താ വന്നത്?
മാ അനബികാരൻ, മാ അനബികാരൻ, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ ബി എഴുതി കൊടുക്കാം. അടുത്തതോ വമിൻ ഖൽഫിഹിം, അമിൻ ഖൽഫിഹിം, സാക്കിനായ നൂന് ശേഷം ഹ വന്നു. അപ്പോൾ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്തു, സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്തു. അപ്പം അതിൻ്റെ എ എഴുതാം. അടുത്തതോ ഇന്നല്ലദീന, എന്താണ്? ഷദ്ദുള്ള നൂനിനെ ഉന്നത്ത് ചെയ്തു, ഷദ്ദുള്ള നൂനിനെ ഉന്നത്ത് ചെയ്തു. അപ്പം അതിൻ്റെ ഈ എഴുതി കൊടുക്കാം. അടുത്തതോ ത്വയ്റൻ അബാബീൽ, ത്വയ്റൻ അബാബീൽ, എന്താണ്? തൻവീന് ശേഷം അംസ വന്നു. അലിഫ് അംസ രണ്ടും സെയിം ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൻവീന് ശേഷം അംസ വന്ന് തൻവീനിനെ ഇൽഹാർ ചെയ്തു. അപ്പോൾ അതിൻ്റെ സി എഴുതാ. പിന്നെ ഇക്ര, ഇക്ര എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ ഡി എഴുതാം. ഇക്ര, വായിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് ഇക്ര. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് മാ അനബികാരൻ, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇതുപോലെ വരാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വേറെ വേർഡ്സുകൾ തന്നിട്ട് നൂന് ശേഷം ഹ വന്നു, നൂന് ശേഷം ഐന് വന്നു, ഇൽഹാർ ചെയ്തു, അതങ്ങനെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കട്ടാ. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. പരിശുദ്ധ ഖുർആൻ ഡാഷ് യുടെ കലാമാണ്, അല്ലാഹു തആലയുടെ, അല്ലാഹു തആലയുടെ കലാമാണ്. അടുത്തതാ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഡാഷ് എണ്ണമാണ്. എത്രയാണ്? 6 എണ്ണമാണ്. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ 6 എണ്ണമാണ്. നാറൻ ഹാമിയ എന്നതിലെ തൻവീനിനെ, തൻവീനിന് ശേഷം ഹ വന്നാൽ എന്താണ്? ഇൽഹാർ ചെയ്യണം, ഇൽഹാർ ചെയ്യണം. അടുത്തതാ ഇക്ലാബ് എന്നാൽ, ഇക്ലാബ് എന്നാൽ മറിച്ചു മണിച്ചു ഓതുക എന്നാണ് അർത്ഥം. മറിച്ചു മണിച്ചോതുക. ഇക്ലാബ് എന്നാൽ മറിച്ചു മണിച്ചു ഓതുക എന്നാണ്. അടുത്തതാ ഷദ്ദുള്ള നൂനിനെയും മീമിനെയും മണിച്ചു മാത്രമേ ഓതാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നൂനിനെയും ഒന്ന് ചേർക്കണം. ഷദ്ദുള്ള നൂനിനെയും മീമിനെയും മണിച്ചു മാത്രമേ ഓതാൻ പാടുള്ളൂ. മനസ്സിലാക്കട്ടാ. അപ്പോൾ ഇവിടെയൊക്കെ ചോദ്യം വരും. നമ്മളെ ഈ പാഠത്തു നിന്നൊക്കെ എന്ത്? തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിന് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഉന്നത്ത്, ഉന്നത്ത് എന്ന് പറയുന്നു. നൂനും മീമും ശബ്ദോടു കൂടി വരുമ്പോൾ ഡാഷ് ചെയ്യണം. എന്താണ്? കൂടുതൽ ഉന്നത്ത് ചെയ്യണം. അങ്ങനെയൊക്കെ വന്നാൽ എഴുതാൻ കഴിയണം. മനസ്സിലാക്കുക. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ശുദ്ധിയുള്ളവരല്ലാതെ തൊടാൻ പാടില്ല. ഏത്? ഏതാണ് ശുദ്ധിയുള്ളവരല്ലാതെ തൊടാൻ പാടില്ലാത്തത്? ഖുർആൻ. ഖുർആൻ ശുദ്ധിയുള്ളവരല്ലാതെ തൊടാൻ പാടില്ല. അടുത്തതാ ഖുർആൻ ഹത്തം ചെയ്താൽ എന്തു ചെയ്യണം? ഖുർആൻ ഹത്തം ചെയ്താൽ ദുആ ചെയ്യണം. ഖുർആൻ ഹത്തം ചെയ്താൽ ദുആ ചെയ്യണം. അടുത്തതാ സൂറത്തുൽ ഫാത്തിഹക്ക് പറയുന്ന മറ്റൊരു പേര്. സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാതാവ്. അതും ചോദ്യമായി വരാം. ഖുർആനിൻ്റെ മാതാവ് എന്ന് പറയുന്ന സൂറത്ത് ഏത്? ഉമ്മുൽ ഖുർആൻ എന്ന് അറിയപ്പെടുന്നു സൂറത്തുൽ ഫാത്തിഹയാണ്. പിന്നെ ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ്, സബോ മസാനി, സബോ മസാനി. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എഴുതുക. ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ് എന്നൊക്കെ എഴുതാം. അടുത്തതാ മിൻ ഖൗഫ്. മിൻ ഖൗഫ് എന്നതിലെ സാക്കിനായ നൂനിൻ്റെ വിധി. നൂനിന് ശേഷം ഹ വന്നാൽ ഇൽഹാർ, ഇൽഹാർ എന്ന് എഴുതാം. അടുത്തതാ സൗജൻ ഐറഹു. സൗജൻ ഐറഹു തൻവീന് ശേഷം ഒയിന് വന്നു. അപ്പോൾ ഹവും ഒയിനും ഒക്കെ എന്താണ്? ഇൽഹാറിൻ്റെതാണ്. അപ്പോൾ എന്നതിലെ തൻവീനിനെ എന്ത് ചെയ്യണം എന്നാണ്? തൻവീനിൻ്റെ വിധി എന്താണ്? തൻവീനിൻ്റെ വിധി ഇൽഹാർ, ഇൽഹാർ തന്നെയാണ്. തൻവീനിന് ഇൽഹാർ എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ വെളിവാക്കി എന്ന് എഴുതിയ ശരിയാണോ എന്ന് ചോദിച്ചാണ്. പക്ഷെ അവിടെ ഇൽഹാർ എന്ന് തന്നെ എഴുതണം കേട്ടോ. സൗജൻ ഐറഹു എന്നതിലെ തൻവീനിൻ്റെ വിധി അത് ഇൽഹാറാണ്. മനസ്സിലാക്കാം. അടുത്ത എന്താണ്? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സിയാബൻ, സിയാബൻ ഹുൽറ. തൻവീന് ശേഷം
ഹ വന്നിട്ടുണ്ട് എന്നതിൽ തൻവീനിനെ ഇൽഹാർ ചെയ്യണം കാരണം എന്ത്? ഈ തൻവീനിനെ ഇൽഹാർ ചെയ്യണം കാരണം എന്താണ്? തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്നു. അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്നു. അപ്പോൾ നമ്മൾ പഠിച്ച 6 അക്ഷരങ്ങളുണ്ട് ഇൽഹാറിൻ്റെ. അതിന്ന് ഏതക്ഷരവും വരാം. എന്നിട്ട് ചോദിക്കും തൻവീനിനെ ഇൽഹാർ ചെയ്യണം കാരണം എന്തെന്ന്. അപ്പോൾ അവിടെ തൻവീനിന് ശേഷം ഏതാണോ അക്ഷരം വന്നത് അത് എഴുതിയാണ് വേണ്ടത് ഇവിടെ. അപ്പോൾ ഇവിടെ ഹൽക്കിൻ്റെ അക്ഷരമുണ്ട്, അതല്ല അവിടെ ആൻസർ വേണ്ട കേട്ടോ. അവിടെ തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഏതാണോ അക്ഷരം വന്നത് അത് വന്നത് കൊണ്ടാണ് അവിടെ തൻവീനിനെ ഇൽഹാർ ചെയ്തത്. ഇനി സാക്കിനായ നൂനിൻ്റെ ഉദാഹരണം തന്നിട്ടാണെങ്കിലോ, അപ്പോൾ ഇവിടെ മിൻ ഹൗഫ് എന്ന് തന്നിട്ട് ഇതിൽ തൻവീനെ ഇൽഹാർ ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിക്കും. അപ്പോഴും അതുപോലെ തന്നെ എഴുതാം. സാക്കിനായ നൂനിന് ശേഷം എന്താണ്? ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്നു. അതുകൊണ്ടാണ് അവിടെ നൂനിനെ, ഇവിടെ തൻവീനാണ്, അപ്പം നൂനിൻ്റെതാണ് നമ്മൾ പറയുന്നത്. സാക്കിനായ നൂനിന് ശേഷം ഹ വന്നത് കൊണ്ടാണ് നൂനിനെ ഇൽഹാർ ചെയ്തത്. അപ്പം അങ്ങനെ ഓരോ അക്ഷരം ഏത് അക്ഷരമാണോ വന്നത് ആ അക്ഷരം ചേർത്തിട്ട് നമുക്കിവിടെ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് എന്തായാലും ഇത് വരും. ഒന്നെങ്കിൽ തൻവീന് അല്ലെങ്കിൽ നൂന്. അപ്പോൾ അവിടെ ഏതാണോ തൻവീന് ശേഷം വന്ന അക്ഷരം, നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം, അത് നോക്കിയിട്ട് വേണം അവിടെ ആൻസർ എഴുതാൻ. പിന്നെ എന്താണ് ഉന്നത്ത്? തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. അടുത്തതാ ഇദ്ഗാമും ബിലാ ഉന്ന എന്നാൽ എന്ത്? ഇദ്ഗാമും ബിലാ ഉന്ന എന്നാൽ എന്താണ്? ഇദ്ഗാമും ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാമ് റാ എന്നീ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇവിടെ നൂനിനെ ഉന്നത്ത് കൂടാതെ, ആ നൂനിനെയും തൻവീനെയും ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. ഇതിനാണ് ഇദ്ഗാമും ബിലാ ഉന്ന എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ 12ാമത്തെ പാഠഭാഗത്തിലാണ് ഇദ്ഗാമും ബിലാ ഉന്നയെ കുറിച്ചിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പാഠം ഈ എക്സാമിന് വരുന്നുണ്ടോ എന്നറിയില്ല. 8ഓ 9ഓ ചാപ്റ്ററാണ് വരാൻ വഴി. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് അത് വന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇദ്ഗാമും ബിലാ ഉന്ന, ഇദ്ഗാമും ബി ഉന്ന രണ്ടും എക്സാമിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ ആ ഭാഗം എന്തായാലും നിങ്ങൾക്ക് പോഷൻ തരൂല ഏതൊക്കെ പാടാണുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് തന്നാൽ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ അവിടെ ഇദ്ഗാമും ബി ഉന്ന എന്നാൽ എന്താണ്? സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ഇദ്ഗാമും ബി ഉന്നയുടെ അക്ഷരമായ യാ വാവ് മീമ് നൂന് എന്നീ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനെയും ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. ഉന്നത്തോട് കൂടിയിട്ട് ഇദ്ഗാം ചെയ്യണം. അപ്പോൾ അത് ഇദ്ഗാം ബിലാ ഉന്നൻ്റെത് വരുന്നത് നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ലാമ് റാ എന്നീ 2 ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനെയും ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. അപ്പോൾ രണ്ടും മനസ്സിലാക്കി പഠിക്കണം. പിന്നെന്താണ്? ഖുർആൻ പാരായണം അവസാനിച്ചാൽ എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം അവസാനിച്ചാൽ സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലുക. നമ്മൾ അദബുകൾ പഠിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. ഓത്ത് അവസാനിച്ചാൽ സദഖല്ലാഹുൽ അലീം എന്ന് പറയുക എന്ന്. അപ്പോൾ അത് എഴുതുക. പിന്നെന്താണ്? തജ്വീദ് എന്നാൽ എന്താണ്? ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് ചോദ്യം? ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ നിന്ന് 2 എണ്ണം എഴുതുക. നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ നമ്മളവിടെ 11 അദബുകൾ നമ്മൾ 2ാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കുക, ഉളു ഉണ്ടായിരിക്കുക, ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക, മുസഹഫ് ഉയരമുള്ള സ്ഥലത്ത് വെക്കുക, വട്ടിയോടെ സാവധാനം ഓതുക, അങ്ങനെ കുറേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം എഴുതി കൊടുക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്? സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്തതിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. സാക്കിനായ നൂനിനെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്ന ഉദാഹരണങ്ങളുണ്ട് സാക്കിനായ നൂനിനെ. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി എഴുതാൻ നമുക്ക് മനസ്സിലാവണം. എന്താണ് സാക്കിനായ നൂന്, എന്താണ് തൻവീന്. ഇതുപോലെ തൻവീൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. തൻവീനിനെ ഇൽഹാർ ചെയ്തതിന് 2 ഉദാഹരണം. അപ്പോൾ ഇവിടെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്.
മുകളിൽ വന്ന 2 ചോദ്യത നൂനിനെ സാക്കിനായ നൂനിനെ മിൻ ഹൗഫ് എന്നതിൽ നൂനിന് ശേഷം ഹ, അപ്പോൾ അവിടെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണമാണ്. പിന്നെ ഇവിടെ വന്നിരുന്നു വമിൻ ഖൽഫിഹിം, നൂനിന് ശേഷം ഹ വന്നത്. പിന്നെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അന്ന ഇബാദി, നൂനിന് ശേഷം ഐന് വന്നിട്ട് ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. അതുപോലെ തൻവീനിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം ചോദിച്ചാൽ ഇതിവിടെ തൻവീനിന് ശേഷം ഹ വന്ന് ഒരു ഉദാഹരണം വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളെന്തായാലും നിർബന്ധമായിട്ട് പഠിക്കുക, നോക്കി എഴുതേണ്ട നിർബന്ധമില്ല, നമ്മൾ പഠിച്ചാൽ മതി. നൂനിൻ്റെയും തൻവീനിൻ്റെയും 2 ഉദാഹരണങ്ങൾ പാഠഭാഗത്തിൽ വന്നത് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ 2 ഉദാഹരണങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം എന്താണ്? തജ്വീദ് നിയമങ്ങളിൽ 2 എണ്ണം എഴുതുക. തജ്വീദ് നിയമങ്ങൾ ഏതൊക്കെയാണ്? തജ്വീദ് നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അക്ഷരങ്ങളുടെ മഹ്റജുകൾ, സിഫത്തുകൾ, നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ, തഫ്ഹീം, തർക്കീക്ക് എന്നിവ തജ്വീദ് നിയമങ്ങളിൽ ചിലതാണ്. അക്ഷരങ്ങളുടെ മഹ്റജുകൾ, സിഫത്തുകൾ, നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ, തഫ്ഹീം, തർക്കീക്ക് എന്നിവ തജ്വീദ് നിയമങ്ങൾ ചിലതാണ്. അപ്പോൾ ഇവിടെ 2 എണ്ണമാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതുക. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് പാഠഭാഗത്തിൽ വന്ന ഓരോ ചോദ്യങ്ങളും മനസ്സിലാക്കി പഠിക്കണം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത് നൂനിൻ്റെയും തൻവീനിൻ്റെയും ഉദാഹരണങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഇൽഹാർ ചെയ്തത്. അപ്പോൾ ആ തൻവീൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം വന്നതുകൊണ്ട് ഏതാ അക്ഷരം നോക്കിയിട്ട് പറയാം. നൂനാണെങ്കിൽ നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം വന്നത്. ഉന്നത്തും നൂന്, ഉന്നത്തും മീമ്, അതൊക്കെയാണ് നിങ്ങൾ എക്സാമിന് വരുന്ന ചാപ്റ്ററുകൾ.